നോയമ്പ് പട്ടിണിയുടെ പരിദേവനമല്ല, ആത്മീയ വിരുന്നിൻ്റെ ആഘോഷമാണ്. നോമ്പുകാലത്ത് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈശോയുടെ മരുഭൂ പ്രലോഭനങ്ങളാണ്. ഒന്നാമത്തെ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കാനുള്ളതാണ്. ഇതിന് ഈശോ പറയുന്ന മറുപടി ഇപ്രകാരമാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, വചനം ഭക്ഷിക്കുക കൂടി വേണം. നമുക്കറിയാം, നോയമ്പെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇറച്ചിയും മീനുമൊക്കെ വേണ്ടെന്ന് വെച്ച് പരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ആയോ? അങ്ങനെ മാത്രം ചെയ്യുമ്പോൾ അത് ഒരു തരത്തിൽ പട്ടിണിയുടെ പരിദേവനമായി കണക്കാക്കില്ലേ? അതിനാൽ അവിടെ കൊണ്ട് നിർത്തേണ്ട ഒന്നല്ല നോമ്പ്. അത് വചനമാകുന്ന ആത്മീയ ഭക്ഷണം ധാരാളമായി കഴിക്കേണ്ട സമയമാണ് എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നോമ്പെടുക്കുന്നതിലൂടെ ഒരു പടി കൂടി ഈശോയോടുള്ള സ്നേഹത്തിൽ നാം വളരുന്നില്ലെങ്കിൽ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മെ പ്രതി സ്വർഗത്തിൻ്റെ ഔന്നിത്യം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി തീർന്ന, കാൽവരിയിൽ നമുക്കായി യാഗമായി തീർന്ന ഈശോയോടുള്ള സ്നേഹമാണ് ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടെന്ന് വെക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ സ്നേഹത്തിൽ വളരാൻ നമ്മൾ വചനത്തിൽ ആഴപ്പെടേണ്ടതുണ്ട്. ജെറമിയ പ്രവാചകൻ പറയുന്നത് പോലെ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. അതുപോലെ ആത്മീയതയുടെ ആഘോഷമാകേണ്ടതാണ് നോമ്പുകാലം. അതിനായി നാം ചെയ്യേണ്ടത് ദൈവവചന വായനയ്ക്കായി സമയം കണ്ടെത്തി ദൈവവചനം ധ്യാനിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്: യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയും വചനത്തിൽ നാം നിറയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ വചനത്തിൽ നിറയപ്പെടുന്ന ഓരോ വ്യക്തിക്കും നിസ്സംശയം പറയാം, നോമ്പ് പട്ടിണിയുടെ പരിദേവനമല്ല, ആത്മീയതയുടെ ആഘോഷമാണ് എന്ന്.